വെൽക്കം ടു PSC ജേണി. ഇന്ന് നമ്മളുടെ ടൈം ടേബിളിൻ്റെ ബാക്കി ഇപ്പം 18 ദിവസത്തോളം കഴിഞ്ഞു. അതിൽ 3 ദിവസത്തോളം റിവിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് 5 ഡേയ്സിനുള്ള ടൈം ടേബിളാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇതുവരെ കഴിഞ്ഞ ഇത്രയും ദിവസങ്ങൾ ഈ വീഡിയോസ് കണ്ടവരെല്ലാവരും അല്ലെങ്കിൽ ഈ ചാനൽ കാണുന്ന എല്ലാവരും തന്നെ അത് ഫോളോ ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ തുടർന്ന് നമുക്ക് ഇനിയൊരു LDCയുടെ ഡേറ്റ് വന്ന സ്ഥിതിക്ക് നമുക്ക് ഈ ഒരു ടൈം ടേബിൾ വെച്ചിട്ട് തന്നെ മുന്നോട്ട് പോയാൽ നമുക്ക് ഷുവറായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് റാങ്ക് ഫയൽ കംപ്ലീറ്റ് ചെയ്യുന്നതിലുപരി എന്താണ് നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇത് ഫോളോ ചെയ്ത് നല്ല രീതിയിൽ പഠിച്ചു പോയവർക്ക് എന്തായാലും LDC മെയിൻസിന് നല്ലൊരു സ്കോർ തന്നെ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അത് എല്ലാവരും ഫോളോ ചെയ്യുന്നുള്ള വിശ്വാസത്തോടു കൂടി അടുത്ത 5 ദിവസത്തെ ടൈം ടേബിളാണ് ഞാനിവിടെ ഇടുന്നത്. അപ്പോൾ ഇപ്പോൾ ഡേ 19 നമ്മൾ ഭരണഘടനയുടെ ഓൾറെഡി ഒരു പോർഷൻ നമ്മൾ പഠിച്ചു. സ്റ്റാർട്ടിംഗ് പോർഷൻ നമ്മൾ നോക്കിയതാണ്. അടുത്ത ഭരണഘടനയുടെ ആമുഖം, പൗരത്വം, മൗലികാവകാശങ്ങൾ, ഇത്രയും ടോപ്പിക്സ് പഠിക്കാം. നെക്സ്റ്റ് ജില്ലയാണ്. ജില്ല നമ്മൾ ആലപ്പുഴ ജില്ലയാണ് എടുക്കുന്നത്. ആലപ്പുഴ ജില്ലയാണ് ഡേ 19 പഠിക്കേണ്ടത്. പിന്നെ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ ടാഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഷുവറായിട്ട് വരുന്ന ഒരു പോർഷനാണ്. ഇംഗ്ലീഷിൽ നിന്ന് വരുന്ന ഒരു പോർഷനാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഷുവറാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പോർഷൻ പഠിക്കാം. പിന്നെ മലയാളം ഒറ്റപ്പദം വരുന്നത് ഒരു 20 എണ്ണം വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്യുക നിങ്ങൾ. നെക്സ്റ്റ് ഡേ 20ാമത്തെ ദിവസം എന്ന് പറയുന്നത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്. നമ്മുടെ എല്ലാവരുടെ റാങ്ക് ഫയൽ, ഏത് റാങ്ക് ഫയൽ ആയിക്കോട്ടെ, അതിലുള്ളൊരു ടോപ്പിക്കാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ആ ഒരു ടോപ്പിക്ക് പഠിക്കണം. പിന്നെ സ്റ്റേറ്റ് ഗുജറാത്ത് ആണ് പഠിക്കുന്നത്. സ്റ്റേറ്റ് ഏതാണ്? ഗുജറാത്ത് പഠിക്കണം. പിന്നെ ഇംഗ്ലീഷിൽ നിന്ന് സിനോണിംസ് ഒരു 20 എണ്ണം നമ്മൾ ഇതിന് മുൻപ് പഠിച്ചിട്ടുണ്ടായിരുന്നു. 20 വെച്ച് പഠിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഇനി നെക്സ്റ്റ് ഒരു 20 എണ്ണം കൂടെ പഠിക്കാം. പിന്നെ മാത്സിൽ നിന്ന് ശരാശരി എന്ന് പറയുന്നതിൽ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. ശരാശരി നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ട്. അതിലത്തെ പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതാണ് ഡേ 20 എന്ന് പറയുന്നത്. ഇനി ഡേ 21 എന്ന് പറയുന്നത് ബയോളജിയിൽ നിന്ന് രക്തപരിയന വ്യവസ്ഥ എന്ന് പറയുന്ന ടോപ്പിക്ക്. ബയോളജിയിൽ നിന്ന് നോക്കുക, രക്തപരിയന വ്യവസ്ഥ. പിന്നെ ഫിസിക്സിലെ പ്രകാശം എന്ന് പറയുന്ന ഒരു ചെറിയ പോർഷനുണ്ട്. ആ ഒരു പോർഷനും പഠിക്കുക. ജില്ല നമ്മൾ കോട്ടയം ജില്ല. നെക്സ്റ്റ് വരുന്നത് കോട്ടയം ജില്ല. പിന്നെ മലയാളത്തിൽ നിന്ന് വിപരീത പദം ഒരു 20 എണ്ണം പഠിക്കുക. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് കൂട്ടിക്കൊണ്ട് വരുന്നതായിരിക്കും കേട്ടോ. കുറച്ച് ടോപ്പിക്സ് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. കാരണം നമുക്ക് സ്റ്റേറ്റ് ആയാലും ഡിസ്ട്രിക്റ്റ് ആയാലും കുറേ ഉണ്ട്. അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം പോർഷൻസ് നിങ്ങളെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഞാൻ എടുക്കുന്നതായിരിക്കും. അപ്പോൾ അതിൽ ബുദ്ധിമുട്ടുള്ളവർ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡേ 22 ആണ്. ഡേ 22 എന്താണ്? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. നമ്മൾ ലോകം എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ സിലബസിൽ LDCയുടെ സിലബസിൽ വ്യക്തമായിട്ട് പറയുന്ന ഒരു പോർഷനാണ് ഇതാണ്. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അതുപോലെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, ഇത്രയും പോർഷനും കൂടെ പഠിക്കുക ഡേ 22. പിന്നെ IT നോക്കിയിട്ട് നമ്മൾ 2 ദിവസമായി. അപ്പോൾ ITയിലത്തെ ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ അതുമായിട്ടുള്ള ആ ഒരു പോർഷൻ പഠിക്കാം. ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. പിന്നെ മാത്സിൽ നിന്ന് സമയവും ദൂരവും, അതൊക്കെ വരാറുള്ള ക്വസ്റ്റ്യനാണ്. സമയവും ദൂരവും, അതും ഇക്വേഷനോ അല്ലെങ്കിൽ ഷോർട്ട് കട്ടോ എന്താണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക മാത്സിൽ നിന്ന്. പിന്നെ കറണ്ട് അഫെയർസ് നമ്മൾ കുറച്ചായിട്ട് നോക്കി. 2020 മെയ് വരെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡേ 22 2020 ജൂണിലെ കറണ്ട് അഫെയർസാണ് പഠിക്കേണ്ടത്. 2020 ജൂണിലെ കറണ്ട് അഫെയർസ്. ഓക്കെ. അപ്പോൾ ഞാനിത് കറണ്ട് അഫെയർസ് കുറേ ദിവസം ഇടവിട്ട് തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പഠിക്കാനുണ്ടായിരിക്കും കറണ്ട് അഫെയർസ് അല്ലേ. ഇപ്പോൾ PSC ബുള്ളറ്റിൻ മാത്രമല്ലാതെ വേറെയും കുറേ ഫാക്ട്സൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഞാൻ കുറേ ദിവസം ഇടവിട്ട് തരുന്ന അത്രയും ദിവസങ്ങൾ നിങ്ങൾക്ക് നോക്കാം. ഈ ഒരു ദിവസം മാത്രമല്ല കേട്ടോ, ബാക്കിയുള്ള ദിവസങ്ങളും ബാക്കിയുള്ളത് നിങ്ങൾക്ക് പഠിച്ചു തീരാത്തത് പഠിച്ചു തീർന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കറണ്ട് അഫെയർസ് അങ്ങനെ ഗ്യാപ്പ് ഇട്ട് തരുന്നത്. പിന്നെ വരുന്നത് ഡേ 23. ഡേ 23 നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് മഹാസമുദ്രങ്ങളും സമുദ്രചലനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. മഹാസമുദ്രങ്ങളുണ്ട്, അതുപോലെ സമുദ്രചലനങ്ങൾ. പിന്നെ ഇന്ത്യൻ വ്യവസായം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇന്ത്യൻ വ്യവസായം. അതിനെക്കുറിച്ചും പഠിക്കുക. പിന്നെ പരിസ്ഥിതിയും പരിസ്ഥിതി പ്രസ്ഥാനങ്ങളും എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്. അത് ആ 3 എണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. പിന്നെ ഇംഗ്ലീഷിൽ നിന്ന് പ്രിപ്പോസിഷൻ നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ട്.
അപ്പോൾ അതിൽ ബാക്കി വരുന്നതും അതുപോലെ അതിൻ്റെ എക്സാമ്പിൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ നിന്ന് പ്രിപ്പോസിഷൻ്റെ ആ ഒരു ഭാഗത്തെ ക്വസ്റ്റ്യൻസ് പഠിക്കാം. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് 5 ഡേയ്ക്കുള്ള നിങ്ങളുടെക്കുള്ള ടൈം ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ നമുക്കറിയാം ഡേ 24 24ാമത്തെ 5ാമത്തെ ദിവസം എന്ന് പറയുന്നത് എന്താ, നമ്മളുടെ റിവിഷൻ, അതായത് ഇതുവരെ പഠിച്ചതെല്ലാം ഉള്ള റിവിഷനും ഒപ്പം നമ്മളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നു. അത്രയാണ് നമ്മളുടെ 5 ദിവസത്തെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നല്ലൊരു സ്കോർ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടിയിട്ട് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നന്ദി.